പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായെന്നാരോപിച്ച് RDO ഓഫീസിന് മുമ്പിൽ സമരം. RDO നേരിട്ടെത്തി പരിശോധിച്ചില്ല എങ്കിൽ കളക്ടറേറ്റിൽ സമരം നടത്തുമെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് കാഴ്ചാപരിമിതിയുള്ള ഷിലാസും മകൻ സാജനും കഴിയുന്നത്. സംരക്ഷണ ഭിത്തി ഒരുക്കാതെ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് 20 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്തതാണ് ഇവരുടെ വീട് അപകടാവസ്ഥയിലാകാൻ കാരണം. പരാതി നൽകിയതിനു പിന്നാലെ നിരവധി പരിശോധനകൾ നടന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. സാർ വന്ന് കാണാമെന്ന് പറഞ്ഞു. കണ്ടിട്ട് അതിന് പരിഹാരം പെട്ടെന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയത്തോടാണ് ഇരിക്കുന്നത്. ആ വീട് എപ്പോഴും വേണേൽ ബസ് ഇരുത്തും തോറും ഇടവും മരം കുഴിയുണ്ട്, 2 കുഴിയുണ്ട്. അപ്പോൾ ആ വീട് ഇരുത്തും തോറും നമുക്ക് അതിനകത്ത് ശാശ്വതമല്ലല്ലോ കിടക്കുന്നത്. RDO വന്ന് പരിശോധിക്കുമെന്ന് കളക്ടർ നൽകിയ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ച് കുടുംബം തിരികെ പോയത്. RDO വന്ന് പരിശോധിച്ചില്ലെങ്കിൽ കളക്ടറേറ്റിൽ സമരം നടത്തുമെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. 3 മാസമായി മണ്ണെടുത്തിട്ട് ഇവരെല്ലാവർക്കും പരാതി കൊടുത്തു. വില്ലേജ് ഓഫീസർക്ക്, തഹസീൽദാർക്ക് എല്ലാം പരാതി കൊടുത്തു. കളക്ടർക്ക് ഒരു നടപടിയില്ല. ആരും മിണ്ടുന്നില്ല. കാരണം ഇത് വലിയ ശക്തമായ ലോബിയാണ്, സമ്പന്നന്മാരുടെ ലോബിയാണ്. CPM പാർട്ടിയാണ് ഈ മണ്ണെടുപ്പിന് പിന്നിൽ. ഞാൻ കളക്ടറോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം തന്ന ഉറപ്പ് പാലിക്കുന്നില്ലെങ്കിൽ ഈ സമരം നാളെ കളക്ടറുടെ ഓഫീസിന് മുമ്പിലായിരിക്കും. അത് പിരിഞ്ഞു പോകുന്ന സമരവുമായിരിക്കില്ല. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രദേശത്ത് അനുവദിച്ചതിൽ കൂടുതൽ മണ്ണെടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് പറയുന്നു. സർവേയറുടെ സഹായത്തോടെ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നും ജിയോളജി വകുപ്പ് പറഞ്ഞു. നിതിൻ തോമസ്, മീഡിയ 1, പത്തനംതിട്ട. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.